റസൂലിനെയാണ് നമ്മളൊക്കെ ഉസ്താദിന്റെ കൂടെ ഹജ്ജിന് പോയപ്പോ മക്കത്ത് സ്വാഭാവികം പറയേണ്ടതില്ല. മദീനത്തെ സമയങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത കാർക്കേഷൻ അപ്പോ എന്താണ് അങ്ങനെ ശിഷ്യന്മാര് ഞങ്ങൾ ചോദിച്ചപ്പോ ഇവിടെ നിന്ന് ഒരു മദത് കിട്ടാനുണ്ട്, ആ മദത് വേറെ എവിടുന്നും കിട്ടുകയാണ്. അപ്പൊ മദീനത്ത് പോകുമ്പോ എല്ലാവരുടെയും നമ്മളോടൊക്കെ ഗുണകാംക്ഷയുള്ള അള്ളാഹുവിന്റെ റസൂല്, വലം തെക്കു ജാഫിയ, അകന്നു നിൽക്കാത്ത ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ റസൂല്, ആ റസൂലിന് ഞങ്ങളോടൊക്കെ സലാം അങ്ങ് ആവും പോലെ പറയണം, ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് സലാം എത്തിക്കണം എന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ട് റഹ്മാൻ ബഷീർ സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ പോലുള്ള വലിയ വലിയ ഭാരം വീട്ടിലൊക്കെ പറയപ്പെടും. അടച്ചോനെ തങ്ങളുടെ ഒരു ബന്ധം എന്തായിരിക്കും? ഇതൊക്കെ കുട്ടികളും സ്ത്രീകളും പറയുന്നത് വലിയ ഭാരമാണ് തങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്നത്. അത് ഭാരങ്ങള് പേറുന്നവരെ ഭാരത്തിന്റെ ഭാരം അറിയുള്ളൂ. അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഭാരം പരമാവധി കുറച്ചു കൊടുക്കുമാറാകട്ടെ, കരുത്ത് നൽകുമാറാകട്ടെ. ഈ ഭാരത്തിന്റെ മഹാഭാരത്തിൽ ഞങ്ങൾ ആരെങ്കിലും തങ്ങൾക്ക് കൂടുതൽ ഭാരബന്ധം തന്നിട്ടുണ്ടെങ്കിൽ റഹ്മാൻ ബൈസി പറഞ്ഞതുപോലെ കരുതി കുറ്റല്ല, പണക്കാട്ടെ ഉള്ള ഒരു ചെറിയ കുട്ടിയോട് പോലും ആർക്കും ഒന്നും ഉണ്ടാവില്ല. അത് ഇനി വിശദീകരിക്കുന്ന സമയത്ത് അപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമെന്ന് നമ്മുടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തങ്ങൾക്ക് വലിയ ആരോഗ്യം തരട്ടെ, വലിയ മനഃശക്തി നൽകട്ടെ. ഞങ്ങള് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരിച്ചു വരുമ്പോൾ ഈ ഉമ്മത്തിൽ മറ്റൊരിക്കലും കാണപ്പെടാത്ത വല്ലാത്തൊരു ഐക്യവും ഒത്തൊരുമയും നമ്മൾ ജനാധിപത്യ രാജ്യത്തിലാണ് ഞാൻ വിശേഷം പറഞ്ഞ മാതിരി ആ ജനാധിപത്യ രീതിയിൽ നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടായിത്തീരുന്ന ഒരു സ്ഥിതി ശേഷം അള്ളാഹു അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥനകളിലൂടെ നൽകട്ടെ എന്ന് നിർത്തുന്നു. നമസ്കാരമായിരിക്കുന്നു.